Assalamu alaikum friends, welcome back to our channel. ഇന്ന് നമുക്ക് ഒരു ഓറഞ്ച് ജാം ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ജാമാണിത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് എടുക്കാം. ഞാനിവിടെ നല്ല പഴുത്ത 3 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും കുരുവൊക്കെ പെടാതെ ശ്രദ്ധിക്കുക. കുരുവൊക്കെ പെട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് രസം വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അതാണ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. കൈവച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൈവച്ച് പിഴിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ ജ്യൂസറിൽ അടിച്ചെടുത്താലും മതി. ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം അരിച്ചാൽ മതി കേട്ടോ, അരിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇവിടെ തിളച്ച് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ നല്ല കളറിൽ കിട്ടും കേട്ടോ. ഇതിനകത്ത് കളർ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല കളറിൽ, നല്ല ഓറഞ്ച് കളറിലാണ് നമ്മുടെ ഈ ജാം കിട്ടുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ചില ഓറഞ്ചിന് നല്ല പുളിയും ചില ഓറഞ്ചിന് നല്ല മധുരമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഒരു 3/4 ടീസ്പൂൺ വേണം. ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും. അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് നൈസായിട്ട് കത്തി വെച്ച് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറുകി വരുന്നതനുസരിച്ച് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ തിക്കായി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീര് വേണം. ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പതഞ്ഞ് വരുന്നുണ്ട്. അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. 10 മിനിറ്റ് മതി കേട്ടോ ഈ ജാം റെഡിയാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും ജാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ വീട്ടിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റിയായ ജാമായിരുന്നു കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ജാം പോലെ തന്നെ ഇരിപ്പുണ്ട്. അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.